കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് സോഷ്യൽ മീഡിയയിൽ കത്തി നിന്നൊരു ഒളിച്ചോട്ടം. സാധാരണ നിലയ്ക്ക് ഒളിച്ചോട്ടം ഇത്രയും അധികം വൈറലാവാറില്ല. നിരവധി ഒളിച്ചോട്ടങ്ങൾ ഉണ്ടെങ്കിലും അതിൽ വലിയ രീതിയിൽ വൈറലായ ഒരു റെക്കോർഡിട്ട രണ്ട് വ്യക്തികൾ മറ്റാരുമല്ല, ഷഹല ഷെറിൻ. കോഴിക്കോടുള്ള ഷഹല ഷെറിൻ എന്ന് പറഞ്ഞ 28 വയസ്സുള്ള ഏറെ മൊഞ്ചുള്ള സുന്ദരിയായ ഒരു മൊഞ്ചത്തി. ഓളൊപ്പരം പോയിരിക്കുന്നത്, അല്ല ആരുടെ ഒപ്പരമാണ് ഓള് പോയിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുഹമ്മദ് റാഫി. ആ ഒരു വിഷയത്തിൽ ചെറിയ ആശങ്ക ആദ്യം ഉണ്ടായിരുന്നു. ഒരു ഹിന്ദു യുവാവിൻ്റെ കൂടെയൊക്കെയാണെന്ന് പോയെന്നൊക്കെയുള്ള ഒരു പ്രചരണം ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ തെറ്റായിരുന്നു. മുഹമ്മദ് റാഫി എന്ന് പറയുന്ന ഒരു പഹയൻ, എനിക്ക് 2ഓളം മൊബൈൽ ഷോപ്പുകളുള്ള ഒരു പഹയനാണ്. നടമ്മൽ പൊയിൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. ബാലുശ്ശേരിയിൽ നിന്നും ഓമശ്ശേരി സ്ഥലത്ത്, അതായത് ബാലുശ്ശേരിയിൽ നിന്നും കുറച്ചധികം ദൂരമുണ്ട്, 20 കിലോമീറ്ററോളം ഉണ്ട്. നടമ്മൽ പൊയിൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഓൻ്റെ മൊബൈൽ ഷോപ്പ്. അവിടെ എന്തിനാണ് അത്രയും ദൂരം ഈ ഒരു പഹയത്തിൽ പോയതെന്ന് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല. ഇൻസ്റ്റഗ്രാം വഴിയുള്ള ഒരു പ്രണയമാകാനുള്ള സാധ്യത തള്ളിക്കളയാനാവുന്നില്ല. എനിവേ, എന്താണ് സംഭവിച്ചത്? ഏറ്റവും ഒടുവിൽ പോലീസിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായി ഇവരെ കണ്ടുപിടിച്ച് ഈ ഒരു കുട്ടിയെ വാപ്പയായ ജയ്സലിന് കൈമാറുന്ന ഒരു ഫോട്ടോകളൊക്കെ നമ്മൾ കണ്ടു. എന്താണ് സംഭവിച്ചത്? പലർക്കും വലിയ രീതിയിലുള്ള ഊഹാപോഹങ്ങൾ, ഒരുപാട് വാർത്തകൾ വരുന്നുണ്ട്. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? ഈ പറഞ്ഞ പോലെ മുഹമ്മദ് റാഫി എന്ന് പറയുന്ന ഈ ഒരു പാഹേനെ ആൾക്കാർ റോഡിലിട്ട് തല്ലിച്ചതച്ച് ഓനെ ഇഞ്ചിപ്പരമാക്കി. ഓള് പൊട്ടിക്കറിഞ്ഞ് ഓൾ ആത്മഹത്യക്ക് ശ്രമിച്ചു, മരണത്തിൻ്റെ വക്കിൽ നിന്നൊക്കെയുള്ള ന്യൂസുകൾ വരുന്നു. എനിവേ, എന്താണ് സംഭവിച്ചത്? മുഹമ്മദ് യമാൻ എന്ന് പറയുന്ന ഈ ഒരു കൊച്ചു ബാലൻ, 7 വയസ്സുള്ള ഈ ഒരു കുട്ടി എന്തുകൊണ്ടായിരിക്കാം വാപ്പയുടെ കൂടെ പോകാൻ തയ്യാറായത്? അതിന്റെ നിയമവശം എന്താണ്? കനത്ത തിരിച്ചടി ഈ ഒളിച്ചോടിപ്പോയ ഷഹല ഷെറിൻ ഉണ്ടായിരിക്കുന്നു. പോലീസ് സ്റ്റേഷനിൽ വളരെ വിശദമായി പരിശോധിക്കാം എന്താണ് സംഭവിച്ചത്. വീഡിയോയിലേക്ക് പോകുന്നതിനും വീഡിയോ ആദ്യമായി കാണുന്ന വീഡിയോ ഒന്ന് ലൈക്ക്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് കാണുക. ഇൻസ്റ്റാഗ്രാമിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് കാണാൻ ഉറപ്പായും ശ്രദ്ധിക്കുക. അതായത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഇന്നലെ വൈകിട്ട് വാളയാർ ചെക്ക് പോസ്റ്റിനടുത്ത് വെച്ചാണ് രണ്ടാളെയും പിടിക്കുന്നത്. കാറിൽ അന്യസംസ്ഥാനത്തേക്ക് കടക്കാനുള്ള ഒരു തയ്യാറെടുപ്പായിരുന്നുവെന്നാണ് മനസ്സിലാക്കുന്നത്. ജയ്സൽ ഇതിനോടകം തന്നെ നിയമപരമായി മുന്നോട്ട് പോയിരുന്നു. ഹേബിയസ് കോർപ്പസ് അടക്കം കോടതിയിൽ ഫയൽ ചെയ്തിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ശക്തമായ രീതിയിൽ അന്വേഷിച്ചവരെ കണ്ടെത്തേണ്ടത് വളരെ അത്യാവശ്യമായിരുന്നു. അല്ലാത്ത പക്ഷം മകനില്ലാത്ത ഒരു സീനായിരുന്നെങ്കിൽ ഒരിക്കലും ഇവരെ പിടിക്കത്തില്ലായിരുന്നു, എവിടെയെങ്കിലും പോയി രക്ഷപ്പെടായിരുന്നു. പക്ഷേ മകനെ കൊണ്ടുപോയത് കനത്ത തിരിച്ചടിയായി. മകൻ്റെ സംരക്ഷണം ആവശ്യപ്പെട്ടുകൊണ്ട്, മകൻ്റെ ജീവന് ഭീഷണി എന്ന് പറഞ്ഞിട്ട് ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്തുകൊണ്ടാണ് ഇതുപോലൊരു അവസ്ഥ ഉണ്ടാവാൻ കാരണം. ഇനി വാർത്തകളിൽ പ്രചരിക്കുന്ന പോലെ ഈ ഒരു പഹയനെ, മുഹമ്മദ് റാഫി എന്ന് പറയുന്ന ഈ ഒരു കള്ള ഹമുക്കിനെ അവിടെ ഇട്ട് തല്ലിച്ചാച്ചു എന്നൊക്കെ പറയുന്നത് സംഭവിക്കാൻ ചാൻസ് ഇല്ല. കാരണം വേറൊരു സ്ഥലമാണ്. അവിടെ ഈ ഒരു വാർത്തയൊക്കെ വന്നിട്ടുണ്ടെങ്കിലും അവിടെ വൈകാരികമായി പ്രതികരിക്കാൻ ആൾക്കാരുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ തല്ലിച്ചയച്ച് കാണാനുള്ള സാധ്യതയില്ല. എനിവേ, ഇവരെ പിടിച്ചതിന് ശേഷം സ്വാഭാവികമായിട്ടുള്ള നെക്സ്റ്റ് നടപടി എന്ന് പറയുന്നത് വീട്ടുകാരെ, അതായത് പരാതിപ്പെട്ട ആൾക്കാരെ വിളിച്ചു വരുത്തുക എന്നുള്ളതാണ്. അത്തരത്തിൽ പരാതിപ്പെട്ട ആൾക്കാരെ വിളിച്ചു വരുത്തി ജയ്സലിൻ്റെ ഉമ്മയും ജയ്സലിൻ്റെ ചേച്ചിയും അവിടെ എത്തിയെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ ഒരു ഫോട്ടോ നമുക്ക് കാണാം. അവരവിടെ എത്തിയപ്പോൾ സ്വാഭാവികമായിട്ട് അടുത്ത നടപടി എന്ന് പറയുന്നത്, പ്രാഥമിക നടപടി എന്ന് പറയുന്ന ഈ ഒരു കുട്ടിയോട് ചോദിക്കുകയാണ്, നിനക്ക് ആരുടെ കൂടെ പോകണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഒരു പക്ഷേ വാപ്പയുടെ കൂടെ പോകണമെന്ന് ഈ കുഞ്ഞ് പറഞ്ഞിരിക്കാം. അതായത് ഇത്രയും ദിവസം ഇവരുടെ കൂടെ ജീവിച്ചിട്ട് യമൻ എന്ന് പറയുന്ന ഈ കുട്ടി തനിക്ക് വാപ്പയുടെ കൂടെ പോകണമെന്ന് പറഞ്ഞിരിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അത് മാത്രം പോലീസ് മുഖവിലേക്ക് എടുക്കത്തില്ല. ഉമ്മയുടെ കൂടെ പോയാൽ മതിയെന്ന് പോലീസിനോട് പറയണമെന്ന് തീർച്ചയായും അവർ പറഞ്ഞിട്ടുണ്ടാകും. പക്ഷേ കുട്ടി അങ്ങനെ പറഞ്ഞിട്ടുണ്ടാകാൻ വഴിയില്ല. അങ്ങനെ പറയിപ്പിക്കാൻ വേണ്ടി ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടാവാം. മുഹമ്മദ് റാഫി എന്ന് പറയുന്ന ഇവൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് അത് വലിയ തിരിച്ചടിയാണ്. കാരണം 3 മക്കളെ ഒഴിവാക്കിയിട്ട് ഓളുടെ മൊഞ്ച് കണ്ട് ഇറങ്ങി പോകുന്നൊരു പഹയനാണ്. അപ്പോൾ അവൻ സ്വാഭാവികമായും പോലീസിനോട് പറയുകയാണ്, ഞാൻ ഈ കുട്ടിയെ സംരക്ഷിച്ചോളാം എന്ന് പറയുന്നത്. ഒരിക്കലും പോലീസ് ഇത് അംഗീകരിക്കില്ല. പോലീസിലെ കോടതിയും, അതായത് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇവർക്ക് വേണമെങ്കിൽ കൊച്ചിനെ ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയിൽ പോകാന്നുള്ളതാണ്. അവിടെ കോടതിയും അംഗീകരിക്കാനുള്ള സാധ്യത കുറവാണ്. അതായത് 3 മക്കളെ ഉപേക്ഷിച്ച് ഒരു 8 മാസം പ്രായമുള്ള കൊച്ചടക്കം ഉണ്ടെന്ന് പറയുന്നു. 9 വയസ്സുള്ള, 6 വയസ്സുള്ള, 8 മാസം പ്രായമുള്ള 3 കുട്ടികളെ ഉപേക്ഷിച്ച് പോകുന്ന ഒരു കള്ള ഹമുക്കാണോ ഓൻ? ഈ കൊച്ചിനെ നോക്കുമെന്നൊന്ന് ആലോചിച്ച് വെക്കുക. ഒരു നിമിഷം പോലും ഈ കൊച്ചിനെ ഓൻ്റെ കൂടെ നിർത്താൻ പാടില്ല. അതുകൊണ്ട് തന്നെ പോലീസുമാർക്ക് പ്രഥമ ദൃഷ്ടിയാ തന്നെ ഇവള് കൊച്ചിനെ വേണമെന്ന് പറഞ്ഞ് ഒരുപാട് കരഞ്ഞിട്ടുണ്ടാവാം. കൊച്ചിന് വേണ്ടി ആവുന്ന കളികളൊക്കെ കളിച്ചിട്ടുണ്ടാവാം. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി പൊട്ടിക്കരയേണ്ട അവസ്ഥയാണ് ഷഹല ഷെറിന് വന്നിരിക്കുന്നത്. പോലീസ് സ്റ്റേഷനിൽ നാണം കെട്ട് പോകുന്നൊരവസ്ഥ. കുട്ടിയെ വിട്ടു നൽകിയിരിക്കുന്നത് വാപ്പയ്ക്കൊപ്പരം പോകാനാണ്. പ്രഥമ ദൃഷ്ടിയാൽ പോലീസിന് അതാണ് ഏറ്റവും നല്ലതെന്ന് തോന്നി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെ നിയമപരമായി എന്താണ് ഇതിൻ്റെ നിയമവശം എന്ന് അറിയാത്തവർക്ക് ഒരുപാട് പേര് കമൻറ്റിൽ, പല വീഡിയോയുടെയും താഴെ കമൻറ്റ് ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് ഈ വാപ്പയ്ക്ക് വിട്ടു നൽകിയെന്ന് സംശയിക്കുന്ന ആൾക്കാർക്ക് അതിൻ്റെ ഒരു വ്യക്തത ഞാൻ വരുത്തി തരാം. ഇന്ത്യൻ നിയമത്തിൽ പ്രകാരം 5-7 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾ, സാധാരണ 5 വയസ്സ് 7 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങളുടെ സംരക്ഷണം അമ്മയ്ക്കാണ് സാധാരണ കൊടുക്കുക. ഇവിടെ ഈ രീതിയിൽ ഒളിച്ചോടി പോകുന്ന ഈ അപരാധി സ്ത്രീകൾക്കൊരു ധാരണയുണ്ട്, കുഞ്ഞിൻ്റെ സംരക്ഷണം തങ്ങൾക്ക് കിട്ടും, അമ്മയ്ക്കാണ് കുഞ്ഞിൻ്റെ സംരക്ഷണം. ചെറിയ കുട്ടിയായതുകൊണ്ട് അമ്മയുടെ കൂടെ വിടുമെന്നുള്ളൊരു ധാരണ പലർക്കും ഉണ്ട്. തെറ്റാണ്. അതായത് ആ ഒരു സാഹചര്യം കണക്കിലെടുക്കും. ഇവിടെ 3 കുട്ടികളെ ഉപേക്ഷിച്ച് വരുന്നൊരു കള്ള ഹമുക്ക്
ഒരുപക്ഷെ കുടുംബ പ്രശ്നം കൊണ്ട് നേരത്തെ ഈ പറഞ്ഞ നാത്തൂൻ്റെയൊക്കെ പ്രശ്നം പറയുന്നുണ്ട്. അതൊന്നും ഈ ഒളിച്ചോടാനൊരു റീസൺ അല്ല. വീട്ടിൽ പ്രശ്നമില്ലാത്തവരാരുമില്ല. ഒരുപാട് പേർക്ക് ഇതേപോലെ വീട്ടിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം എന്ന് കരുതി ഒരു കുടുംബം തകർത്തുകൊണ്ട് 3 മക്കളുള്ള ഒരു വാപ്പേനെയും വിളിച്ചുകൊണ്ട് ഓൻ്റെ ഒപ്പരം ഓൻ ഒരുപാട് പ്രോത്സാഹിപ്പിച്ചാലും ഓൻ ആഗ്രഹിച്ചാൽ പോലും ഓൻ്റെ ഒപ്പരം പോകാൻ പാടില്ല. കാരണം ഈ പെണ്ണ് മുഖേന മറ്റൊരു കുടുംബം കൂടെ തകരുവാണ്. അവൻ്റെയും വീട്ടിൽ കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു ഈ മുഹമ്മദ് റാഫിയുടെ വീട്ടിൽ. അങ്ങനെ മുഹമ്മദ് റാഫിയുടെ കൂടെ ഒളിച്ചോടിപ്പോയതിനു ശേഷം ഈ മകനുള്ളത് കൊണ്ട് തനിക്ക് മകനെ വിട്ട് നിൽക്കും, കേസ് സ്ട്രോങ് ആവും, ഡൈവേഴ്സ് പെട്ടെന്ന് കിട്ടുമെന്ന് ചിന്തിച്ച് അവൾക്ക് തെറ്റി. പ്രധാനമായും സംഭവിച്ചിട്ടുണ്ടാവും, ഒന്ന് കുട്ടിയോട് ചോദിക്കുക ആരോടൊപ്പം പോകണമെന്ന് ചോദിച്ചപ്പോൾ കുട്ടി ഒന്നുകിൽ വാപ്പയുടെ പേര് പറഞ്ഞിട്ടുണ്ടാവും, ഈവൻ ഉമ്മയുടെ പേര് പറഞ്ഞാൽ പോലും ഇവരുടെ പെറ്റീഷനിലെ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോഴത്തേനും ഒട്ടും സുരക്ഷിതമല്ല. കൊച്ചിനെ ഈ തള്ളയുടെ കൂടെ വിടുന്നത് ഒട്ടും സുരക്ഷിതമല്ല. പ്രത്യേകിച്ച് 3 മക്കളെ കളഞ്ഞിട്ട് പോകുന്ന ഒരു ഭർത്താവ്, ഒരു പകേൻ്റെയോടൊപ്പം ഈ കൊച്ചിനെ വിടുന്നത് സുരക്ഷിതമല്ലെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടാവും. അതുപോലെ തന്നെ കൊച്ചിൻ്റെ ഭാവി കണക്കിലിടും. അതുകൊണ്ട് തന്നെ ഷഹലാഷിറിൻ്റെ പൊട്ടിക്കരച്ചിലുകളൊന്നും പോലീസ് ചെവിക്കൊണ്ടില്ല. ഇനി അവർക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ പറഞ്ഞ കണക്ക് കോടതി മുഖേന പോയതിനു ശേഷം ആവശ്യപ്പെടുക, തനിക്ക് കുട്ടിയെ വേണം, കുട്ടിയുടെ അവകാശം തനിക്കാണ് എന്നുള്ള രീതിയിൽ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അവിടെയും വിഷയം വരുന്നത് കുട്ടിയോട് ജഡ്ജി ചോദിക്കും, അതീവ രഹസ്യമായിട്ട് ജഡ്ജി ചോദിക്കും ആരുടെ കൂടെ പോകണമെന്ന്. അപ്പോൾ കുട്ടി ഇതുപോലെ വാപ്പയുടെ കൂടെ പോകണമെന്ന് പറയുകയാണെങ്കിൽ അതിനനുസരിച്ച് കോടതി നീങ്ങത്തുള്ളൂ. അവിടെയും വിഷയം വരുന്നത് ഈ കൂടെ നിൽക്കുന്ന ആരാണ്? 3 പേരെ കളഞ്ഞിട്ട് പോയ ഒരാളാണ്. അതുകൊണ്ട് ഒരു തരത്തിൽ ഈ കുട്ടിയുടെ സംരക്ഷണം ശകലയ്ക്ക് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ശകല ഒരുപക്ഷെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് എനിക്ക് കുട്ടിയെ വേണ്ട, കുട്ടിയെ കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞിരിക്കാനും സാധ്യത ഉണ്ടാവാം. അതും തള്ളിക്കളയാനാവില്ല. അങ്ങനെ പറഞ്ഞാലും കുട്ടിയെ ഇവരുടെ കൂടെ വിടും. എനിവേ നിലവിൽ കുട്ടിയെ വാപ്പയ്ക്ക് കിട്ടിയിരിക്കുന്നു. കുട്ടി വളരെ ഹാപ്പിയാണ്, വാപ്പയുടെ ഒപ്പരമാണ്. ഇവർ തിരിച്ച് ബാലുശ്ശേരിയിൽ എത്തിയെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതുപോലെ മക്കളെ കവചമാക്കി ഒളിച്ചോടി പോകുന്ന ആൾക്കാർക്ക് ഇത് വലിയൊരു പാഠമാണ്. കുട്ടിയെ കൊണ്ടുപോയില്ലായിരുന്നെങ്കിൽ വളരെ സേഫായിട്ട് ഇവർക്ക് ഈ പറഞ്ഞ ഇത്രയും റിസ്ക് എടുക്കാതെ തന്നെ അന്യ സംസ്ഥാനങ്ങളിലൊക്കെ പോയി എങ്ങനെയെങ്കിലുമൊക്കെ ജീവിക്കായിരുന്നു. ഇവിടെ സ്വന്തം മൊബൈൽ ഷോപ്പ് പോലും കളഞ്ഞിട്ടാണ് ഇപ്പോൾ പോയിരിക്കുന്നത്. 2 മൊബൈൽ ഷോപ്പുള്ളൊരു പഹയനാന്ന് പറയുന്നു. 2 മൊബൈൽ ഷോപ്പും 5-6 സ്റ്റാഫുകളുള്ളൊരു പഹയൻ ഈ ഒരു പെണ്ണിന് വേണ്ടി ഓളെ മൊഞ്ച് കണ്ടിട്ട്, നല്ല മൊഞ്ചത്തെയാണ്, ഓളെ കണ്ടു കഴിഞ്ഞാൽ ഒരു പഹയൻ പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റ് പറയാൻ പറ്റത്തില്ല. ഒന്ന് ആലോചിച്ച് നോക്കുക, 2 മൊബൈൽ ഷോപ്പുകൾ, ഓൻ്റെ സ്വത്തുക്കൾ, ഓൻ്റെ ഭാര്യ, ഓൻ്റെ 3 മക്കൾ, ഓൻ്റെ കുടുംബം, ഓൻ്റെ വാപ്പ ഉമ്മ എല്ലാവരെയും കളഞ്ഞിട്ട് ഓൻ പോവുകയെന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക. ഓന് വല്ലാത്ത, അതായത് ഓനൊരു കാമക്കടുവയായി മാറി എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഒരു കാമക്കടുവ, അതായത് കാമപരവശനായി ഓൻ മാറുകയായിരുന്നു. ഓൾക്ക് വേണ്ടി എല്ലാം ഓൻ ത്യജിച്ചെന്നുള്ളതാണ്. വല്ലാത്ത ജാതി ഹിമാർ തന്നെ. എനിവേ ഇതുപോലൊക്കെ പോകുന്ന ആൾക്കാരെ എങ്ങനെ നമ്മൾ എന്ത് പറ്റുന്ന മനസ്സിലാവുന്നില്ല. എന്തായിരിക്കും ഇത്രയും അധികം ഒരു പെണ്ണിൽ ആകർഷണമാകാനുള്ള കാരണമെന്ന് എത്ര ആലോചിച്ചിട്ട് പിടി കിട്ടുന്നില്ല. എനിവേ ഇതാണ് ഇവിടെ സംഭവിച്ചത്. അല്ലാതെ ഓനെ ആൾക്കാർ പിടിച്ച് അടിക്കുകയും ചെയ്തില്ല. ഓൾ ആത്മഹത്യയും ശ്രമിച്ചിട്ടില്ല. ഇത് തന്നെയാണ് ഇവിടെ സംഭവിച്ചതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏറെ ദുഃഖകരമായ ഒരവസ്ഥ. എങ്ങനെയാണ് നിങ്ങൾ ഇതിനെ കാണുന്നത്? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക. ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ഒരു വീഡിയോ ഒന്നിലേക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് കാണുക. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും പേജ് ഒന്ന് ഫോളോ ചെയ്ത് കാണാൻ ശ്രമിക്കുക.